Hi dear friends, welcome to RJ's Physics Classes. Potential and capacitors എന്ന രാജ്യത്തിലൂടെ നമ്മൾ കുറെ സഞ്ചരിച്ചു. പുതിയ കാര്യങ്ങളുമായി ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ തുടങ്ങാം. ഓക്കെ, അതിനു മുന്നേ നമ്മളെ കണ്ടീഷൻസ് ക്ലിയർ അല്ലേ? നിങ്ങൾ ബുക്കും പെന്നും എടുത്ത് റെഡി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ എല്ലാ പോയിന്റ്സുകളും കൃത്യമായി നോട്ട് ചെയ്യാം, ഡെറിവേഷൻസ് എഴുതിയെടുക്കുക. നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് വീഡിയോ പോസ് ചെയ്തിട്ട് ആദ്യമേ ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ ഈ പറഞ്ഞ കണ്ടീഷനോട് കൂടി നമുക്ക് വീഡിയോയിലൂടെ യാത്ര തുടരാം. നിങ്ങളോടൊപ്പം ഞാനും. കപ്പാസിറ്റൻസിന്റെ സീരീസ് ആൻഡ് പാരലൽ എനർജി ഡെൻസിറ്റി ഇത്രയും ഏരിയാസ് നമ്മൾ അതിൽ പറഞ്ഞു. ഇനി അതിൽ വരുന്ന അടുത്ത ഏരിയ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞതിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ പാർട്ടാണ് നമ്മൾ ഇന്ന് ആരംഭിക്കണത്. ഓക്കെ, സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Two spheres, one having radius r1 given a charge q1, other having charge q2 and radius r2. They are connected with a conducting wire. Then what will happen to the charge in the system? Question clear alle? Two charged spheres, one having radius r1 with charge q1, other having radius r2 with charge q2. They are connected by a conducting wire. Then what will happen to the charge in the system? Logic simple ആണ്. ഇങ്ങനെ രണ്ട് സ്ഫിയറുകളിൽ ചാർജ് കൊടുത്തിട്ട് അതിനെ കണ്ടക്റ്റിംഗ് വയർ കൊണ്ട് കണക്ട് ചെയ്താൽ ഓക്കെ, ഈക്വൽ പൊട്ടൻഷ്യൽ ആവണത് വരെ ചാർജ് ഒഴുകിക്കൊണ്ടേയിരിക്കും. സോ ചാർജ് വിൽ മൂവ് ഫ്രം 2 to 1, രണ്ടിൽ നിന്ന് ഒന്നിലേക്കാണ് ചാർജ് ഒഴുകുക. until their potential become equal. അതെന്താ ഞാൻ രണ്ടിന്ന് ഒന്നിലേക്ക് ഒഴുകുന്നു പറയാൻ കാരണം? പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, KQ divided by R അല്ലേ. സോ റേഡിയസ് കുറഞ്ഞ ആൾക്കല്ലേ പൊട്ടൻഷ്യൽ കൂടുക. സോ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഒഴുകും. പറഞ്ഞ ഐഡിയ ക്ലിയർ ആണല്ലോ? ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഒഴുകും. അത് നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പറയാം എന്താന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. സോ രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് ചാർജ് ഒഴുകും എന്ന് പറഞ്ഞ 1/4πε0 Q1 divided by R1 equal to 1/4πε0 Q2 divided by R2. ഓക്കെ, 1/4πε0 കട്ടായി പോകുന്ന ഉറപ്പല്ലേ? സോ വി വിൽ ഗെറ്റ് ദ ആൻസർ Q1/R1 equal to Q2/R2. Q1/R1 equal to Q2 divided by R2. നമ്മളത് സിഗ്മയുടെ ഭാഷയിലേക്ക് മാറ്റുകയാണെങ്കിൽ this become sigma 1 R1 square by R1 equal to sigma 2 R2 square divided by R2. അതൊരു തട്ടിപ്പാണ്. സിഗ്മ ഇൻറ്റു 4πR1 സ്ക്വയർ ആണ് ആക്ച്വലി ചാർജ് എന്ന് പറഞ്ഞാൽ. ഇത് സിഗ്മ 2 ഇൻറ്റു 4πR2 സ്ക്വയർ ആണ്. രണ്ട് ഭാഗത്തും 4π വരും. വി ക്യാൻ ക്യാൻസൽ ഇറ്റ് ഓഫ്. ഓക്കെ, സോ ഒരു R1 കട്ടാവും, ഒരു R2 കട്ടാവും. സോ സിഗ്മ 1 R1 ഈക്വൽ ടു സിഗ്മ 2 R2 or sigma 1 by sigma 2 equal to R2 divided by R1. ലോജിക് ക്ലിയർ ആയില്ലേ? സംശയമില്ലല്ലോ? ഓക്കെ, സോ രണ്ട് സ്ഫിയറുകളിൽ നമ്മൾ ചാർജ് കൊടുത്താൽ ഏതിലാ ചാർജ് ഡെൻസിറ്റി കൂടുക? ഈ ഇക്വേഷൻ്റെ ഐഡിയ പ്രകാരം സിഗ്മ 1 is inversely proportional to R1 ആണ്. സിഗ്മ 2 അതേപോലെ തന്നെയാണ്. ഓക്കെ, സോ റേഡിയസ് കുറവുള്ളതിൽ ചാർജ് ഡെൻസിറ്റി കൂടും. ഓക്കെ, സിഗ്മ വിൽ ബി ഗ്രേറ്റർ for the sphere having smaller radius. സ്മോളർ റേഡിയസ് ഉള്ള സ്ഫിയറിൽ സിഗ്മ ഗ്രേറ്റർ ആവും. ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞല്ലേ? ഓക്കെ, സോ സ്മോളർ റേഡിയസ് ഉള്ള സ്ഫിയറിൽ സിഗ്മ എന്തായിട്ട് മാറും? ഗ്രേറ്റർ ആവും. ഒന്നാമത്തെ ലോജിക് കൃത്യമായിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? രണ്ട് സ്ഫിയറുകൾ, രണ്ട് റേഡിയസ് ഉള്ളത്. ഒന്നാമത്തെ റേഡിയസ് R1, രണ്ടാമത്തെ റേഡിയസ് R2. R1 is greater than R2. വലിയ സ്ഫിയറും ചെറിയ സ്ഫിയറും.
ഓക്കെ, ഇനി അതിനെ നമ്മൾ കണ്ടക്റ്റിംഗ് വയറുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ സംഭവിച്ചത് ചെറിയ സ്ഫിയറിൽ നിന്ന് വലിയ സ്ഫിയറിലേക്ക് ചാർജ് ഒഴുകി വരികയാണ്. until their potential become equal. രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നത് വരെ ആ ചാർജ് ഒഴുകിക്കൊണ്ടേയിരിക്കും. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സോ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കൊടുത്തു. വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്: Q1 by R1 equal to Q2 by R2. ചാർജ് ഡെൻസിറ്റിയുടെ ഭാഷയിലേക്ക് മാറ്റുമ്പോൾ സിഗ്മ R1 ഈക്വൽ ടു സിഗ്മ R2 or സിഗ്മ 1 by സിഗ്മ 2 ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ R1. ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഇതിൻ്റെ സെക്കൻഡ് കേസ്, ഒരൊറ്റ കണ്ടക്ടർ ഇങ്ങനെയാണ്. ഈ ഭാഗത്തിൻ്റെ റേഡിയസ് R1ഉം ഈ ഭാഗത്തിൻ്റെ റേഡിയസ് R2ഉം ആണെങ്കിൽ, ഈ പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പറഞ്ഞ കണക്ക് ശരിയാണ്, അത് പ്രകാരം ഓക്കെ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി സിഗ്മ 1 ആയിരിക്കും, ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി സിഗ്മ 2 ആയിരിക്കും. 100% ഉറപ്പല്ലേ? സിഗ്മ 2 വിൽ ബി ഗ്രേറ്റർ ദാൻ സിഗ്മ 1. സിഗ്മ 2 വിൽ ബി ഗ്രേറ്റർ ദാൻ സിഗ്മ 1. ഐഡിയ ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ? 100% ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനൊരു സർഫസ് ഉണ്ടാക്കുക. ഇതൊന്നും കൂടിയും ഷാർപ്പായിട്ട് ഇങ്ങനെ ഓക്കെ, ഇങ്ങനൊരു സർഫസ് ഉണ്ടാക്കുകയാണ് നല്ലോണം ഷാർപ്പായിട്ട്. അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം, ഈ റേഡിയസ് വലുതും ഇത് പറ്റ ചെറുതുമാണ്. വളരെ ചെറിയ റേഡിയസ് ആണെങ്കിൽ ഓക്കെ അവിടുത്തെ ചാർജ് ഡെൻസിറ്റി വല്ലാണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, വല്ലാണ്ട് ചാർജ് ഡെൻസിറ്റി കൂടും. അങ്ങനെ ചാർജ് ഡെൻസിറ്റി കൂടുമ്പോൾ അത് ചിലപ്പോൾ എയറിൻ്റെ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്തിനെ ഓവർകം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ വാല്യൂ 3 × 10⁶ വോൾട്ട് പെർ മീറ്റർ ആണ്. ഈ വാല്യൂ എത്തിയാൽ അത് എയറിനെ പോളറൈസ് ചെയ്യിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്ന് പറഞ്ഞാൽ എയറിൽ ചാർജുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ. ആ സ്പ്ലിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് ഒഴുകി പോരാൻ പറ്റും. അതാണല്ലോ ലൈറ്റ്നിങ്ങിൽ നമ്മൾ കാണുന്നത്. ഹൈ വോൾട്ടേജ് ആവുമ്പോൾ അതിന് എയറിനെ പോളറൈസ് ചെയ്തിട്ട് അതിലൂടെ സഞ്ചരിക്കാനുള്ള എബിലിറ്റി കിട്ടും. ലോജിക് ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഷാർപ്പ് എഡ്ജ് വന്നാൽ അതിന് ചാർജ് പെട്ടെന്ന് പുറത്തേക്ക് തെറിപ്പിക്കാൻ പറ്റും. അതേപോലെ ചാർജിനെ വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ഷൻ ഓഫ് പോയിന്റ്സ്. ഇതിനെ നമ്മൾ വിളിക്കുക ആക്ഷൻ ഓഫ് പോയിന്റ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എഡ്ജ് ക്യാൻ ആക്സെപ്റ്റ് ആൻഡ് എമിറ്റ് ചാർജസ് ഈസിലി ദാൻ എ ഫ്ലാറ്റ് എഡ്ജ്. ഫ്ലാറ്റ് എഡ്ജിനേക്കാൾ പെട്ടെന്ന് ചാർജിനെ ആക്സെപ്റ്റ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും ആർക്ക് പറ്റും? ഷാർപ്പ് എഡ്ജിന് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്ഷൻ ഓഫ് പോയിന്റ്സ് വിളിക്കുക. ഇങ്ങനെ ഈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ഇവിടുന്ന് പുറത്തേക്ക് തെറിക്കും. അത് മിക്കവാറും ഒരു ലൈറ്റിൻ്റെ എഫക്റ്റോട് കൂടിയിട്ടായിരിക്കും. ചാർജ് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോണ ഡിസ്ചാർജ്. കൊറോണ ഡിസ്ചാർജ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി കൂടുമ്പോൾ അത് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയറിനെ ഓവർകം ചെയ്ത് കയറിയേക്കാം. അങ്ങനെ കയറുകയാണെങ്കിൽ അവിടുന്ന് ഒരു സ്പാർക്ക് വഴി പുറത്തേക്ക് വരും വിത്ത് എ ലൈറ്റ്നിങ് എഫക്റ്റ്. ആ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? കൊറോണ ഡിസ്ചാർജ് എന്ന് വിളിക്കുക. പറഞ്ഞ ലോജിക് ക്ലിയർ ആണോ? സോ ഈ ഏരിയയിൽ വന്ന ക്വസ്റ്റ്യനിലൊന്ന്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് ഈ ഏരിയ ആയിട്ട് ബന്ധമുള്ളതല്ല, പിന്നീട് വിട്ടു പോണ്ട വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ആ ക്വസ്റ്റ്യൻ പറയാണ്. ഓക്കെ, ക്യാൻ എ ചാർജ് മൂവ് ഫ്രം ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ? ക്യാൻ എ ചാർജ് മൂവ് ഫ്രം ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ? ഓക്കെ, ഇത് പണ്ട് എയിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നില്ല, അസേർഷൻ റീസൺ ആയിരുന്നു. ഓക്കെ, എ ചാർജ് ക്യാൻ മൂവ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ദിസ് വാസ് ദി അസംഷൻ. എ ചാർജ് ക്യാൻ മൂവ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. അതിൻ്റെ റീസൺ എയിംസ് കൊടുത്തിരുന്നത് അതിൻ്റെ ആൻസർ തന്നെയാണ്. സോ അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ വരിക അസേർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്നാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ക്വസ്റ്റ്യന് വിലയില്ല. അതുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്.
Can a charge move from lower to higher potential? Its answer is yes. If the considered charge is electron. നമുക്കറിയാം ഇലക്ട്രോൺ എവിടുന്ന് എങ്ങോട്ടാ സാധാരണ നീങ്ങുക? നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കല്ലേ? നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺ എപ്പോഴും നീങ്ങുക. നെഗറ്റീവ് ഈസ് lower potential state and positive higher potential. So electron can move from negative to positive, means electron can move from lower potential to higher potential. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നേരത്തെ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. ആ ക്വസ്റ്റ്യൻ വിട്ട് പോകണ്ട വിചാരിച്ചിട്ട് ഇവിടെ തന്നെ പറഞ്ഞു എന്ന് മാത്രം. Now the next case, there are two spheres. ഇതിൻ്റെ ചാർജ് Q1, ഇതിൻ്റെ ചാർജ് Q2, ഇതിൻ്റെ ചാർജ് R1, ഇതിൻ്റെ ചാർജ് R2. Okay, there are two spheres, one having charge Q1 and other having charge Q2. Find the potential at the point R. And the condition ഉണ്ട് R is less than R1. രണ്ടാമത്തെ R1 less than R less than R2. And third condition, okay, R equal to R1. Fourth condition, R greater than R2. ഈ 4 സമയങ്ങളിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. വേണമെങ്കിൽ അഞ്ചാമത്തെ ഒരു കണ്ടീഷൻ കൂടിയും പറയാം. അഞ്ചാമത്തെ കണ്ടീഷൻ R is equal to R2. ഇപ്പം അതായിട്ട് നമ്മൾ കുറയ്ക്കണ്ട. ഓക്കെ, സോ ആ ഒരു കണ്ടീഷനും കൂടി അവിടെ പറയാം. There are two charged spheres, one having charge Q1, other having charge Q2. Radius of the smaller sphere is R1 and that of bigger sphere is R2. Then find the potential at the point R so that R is less than R1, R1 less than R less than R2, R is equal to R1, R is greater than R2 and R equal to R2. Okay, so ഒന്നാമത്തെ question. Find the potential at a point at a distance R from the center so that R is less than R1. ഒന്നാമത്തെ സ്ഫിയറിൻ്റെയും ഉള്ളിലത്തെ പോയിന്റാണ്. നമ്മൾ പണ്ട് പഠിച്ചു വെച്ചൊരു നിയമമുണ്ട്. ഒരു സ്ഫിയറിൻ്റെ സർഫസിൽ എത്ര പൊട്ടൻഷ്യലാണോ സെയിം പൊട്ടൻഷ്യലാണ് ഉള്ളിൽ വരിക. സർഫസിലും ഉള്ളിലത്തെ ഏത് പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു പോയിന്റാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഈ രണ്ടാമത്തെ സ്ഫിയർ കാരണം ഉള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? V equal to 1 by 4 pi epsilon 0 Q2 divided by R2. ശരിയല്ലേ? Q2 divided by R2. ഓക്കെ, പ്ലസ് ഒന്നാമത്തെ സ്ഫിയർ കാരണമുള്ള പൊട്ടൻഷ്യലോ 1 by 4 pi epsilon 0 Q1 divided by R1. എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എവിടെ ഉണ്ടാവും? ഉള്ളിലുണ്ടാവും. ഇനി what about 2? R1 less than R less than R2. ഓക്കെ, സോ ആ പറഞ്ഞത് ഇതിൻ്റെ നടുത്തൊരു പോയിന്റാണ്. ചെറിയ സ്ഫിയറിൻ്റെ കുറച്ച് മുകളിലും വലുതിൻ്റെ താഴെയും ആയിട്ടുള്ള ഈ ഒരു പോയിന്റാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെറിയ സ്ഫിയർ കാരണമുള്ള പൊട്ടൻഷ്യൽ എങ്ങനെ ആവില്ലേ? 1 by 4 pi epsilon 0 Q1 divided by R. സ്ഫിയറിൻ്റെ പുറത്തൊരു പോയിന്റ് എടുത്താൽ 1 by 4 pi epsilon 0 Q by R ആണ്. Okay, and what about the potential due to bigger sphere? It is inside. So 1 by 4 pi epsilon 0 Q2 divided by R2. What about third? R equal to R1. Very simple. ഇതന്നെ വരാം. ചെറിയ സ്ഫിയർ കാരണം 1 by 4 pi epsilon 0 Q1 by R1 plus 1 by 4 pi epsilon 0 Q2 by R2. ഇത് പറഞ്ഞാൽ ഈ സ്ഫിയറിൻ്റെ സർഫസിലാണെങ്കിൽ ഓക്കെ, ചെറുത് കാരണം സർഫസിൽ ഇക്വേഷൻ, വലുത് കാരണം ഉള്ളത്തെ ഇക്വേഷൻ. ഇനി what about ഫോർത്ത്? നാലാമത്തെ എന്താ വരിക?
നാലാമത്തെ എന്ന് പറഞ്ഞ കണ്ടീഷൻ നോക്കിയേ, ആർ ഈസ് ഗ്രേറ്റർ ദാൻ R2. സോ ചെറിയ സ്ഫിയർ കാരണം 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R പ്ലസ് വലുത് കാരണം 1/4πε0 Q2 ഡിവൈഡ് ബൈ R. ലോജിക് ക്ലിയർ ആയില്ലേ? രണ്ടും ഔട്ട്സൈഡ് ആണ്. സോ 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ഫിഫ്തിൻ്റെ എന്തായിരിക്കും വരാൻ നോക്കിയേ, 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R2 പ്ലസ് 1/4πε0 Q2 ഡിവൈഡഡ് ബൈ R2. അതെങ്ങനെ സാർ വന്നേ? ഈ സർഫസിലുള്ള ഒരു പോയിന്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. സോ ചെറിയ സ്ഫിയർ നിന്ന് പുറത്ത്, അപ്പോൾ 1/4πε0 Q1 ബൈ അതുവരെയുള്ള ദൂരം, വലിയ സർഫസിൻ്റെ മുകളിൽ. സോ 1/4πε0 Q2 ഡിവൈഡ് ബൈ R2. ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു സ്ഫിയർ, ഇങ്ങനെ അടുത്ത സ്ഫിയർ, ഇതിൻ്റെ ചാർജ് Q1, ഇതിൻ്റെ ചാർജ് Q2, ഇതിൻ്റെ റേഡിയസ് R1, ഇതിൻ്റെ റേഡിയസ് R2. ഇതന്നെയല്ല സാർ നേരത്തെ ചോദിച്ചേ? അല്ല, ഈ രണ്ട് സ്ഫിയറുകളെ നമ്മളൊരു കണ്ടക്റ്റിംഗ് വയർ കൊണ്ട് കണക്ട് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചാർജ് ഇൻ ദ സിസ്റ്റം? എന്തായിരിക്കും ഈ സിസ്റ്റത്തിലെ ചാർജിന് സംഭവിക്കുക? വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പറഞ്ഞ തിയറി പ്രകാരം ഇതിൻ്റെ മുകളിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ അതേ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവില്ലേ? ഈ Q2 എന്ന് പറഞ്ഞ ചാർജ് കാരണം ഈ സർഫസിൽ എത്രയാണോ പൊട്ടൻഷ്യൽ, ഇതിപ്പോൾ 25 വോൾട്ട് ആണെങ്കിൽ ഇതേ 25 വോൾട്ട് എവിടെ ഉണ്ടാവും? ചെറിയ സ്ഫിയറിൽ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചൊരു നിയമമുണ്ട്, സർഫസിലുള്ള സെയിം പൊട്ടൻഷ്യലാണ് ഉള്ളിൽ. സോ ഈ വലിയ സ്ഫിയർ കാരണം V2 എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഈ സർഫസിലുണ്ടെങ്കിൽ അതേ V2 ഉള്ളിലുണ്ടാവും, ഉറപ്പാ. ഓക്കെ, സോ V2 സെയിം ആയിരിക്കും, അതിന് മാറ്റില്ല. പക്ഷേ ചെറിയ സ്ഫിയർ കാരണം ഇവിടെ ഉണ്ടാവുന്നത് V1ഉം ഇവിടെ ഉണ്ടാവുന്നത് V1-1. കാരണം ഒന്ന് സർഫസിലാണ്, അടുത്തത് പുറത്തുള്ള പോയിന്റാണ്. സോ ഡിസ്റ്റൻസ് കൂടും, പൊട്ടൻഷ്യൽ കുറയും. സോ V1- ഈസ് ലെസ് ദാൻ V1. അത് എത്ര ചാർജ് വന്നാലും അത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ 1000 ചാർജുകളുണ്ട്. ഇതിൻ്റെ മുകളിൽ ആകെ കൂടി 10 ചാർജുള്ളൂ. വലിയ സ്ഫിയറിൽ 1000 ചാർജുകളുണ്ട്, ചെറിയ സ്ഫിയറിൽ ആകെ 10 ചാർജുകളേ ഉള്ളൂ. ഈ 1000 ചാർജ് കാരണം വലിയ സ്ഫിയറിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ സെയിം പൊട്ടൻഷ്യൽ ചെറുതുമ്പിലും ഉണ്ടാവും. 1000 ചാർജ് കാരണം വലിയ സ്ഫിയറുമ്പിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ അതേ പൊട്ടൻഷ്യൽ ചെറുതുമ്പിൽ ഉണ്ടാവും. സോ സെയിം പൊട്ടൻഷ്യൽ ചാർജ് മൂവ് ചെയ്യില്ല. ഈ 10 ചാർജ് കാരണം ഉള്ളിൽ വലുതും പുറത്ത് ചെറുതും. ഉള്ളിൽ വലിയ പൊട്ടൻഷ്യൽ, പുറത്ത് ചെറിയ പൊട്ടൻഷ്യൽ. എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാർജ് ഇങ്ങോട്ട് ഒഴുകും. അങ്ങനെ ഒഴുകിയിട്ട് വലുതിൻ്റെ മുകളിൽ 1005 ആയി, ഇത് 5 ആയിട്ട് മാറി വിചാരിക്കുക. 5 ചാർജ് പുറത്തേക്ക് ഒഴുകി. 1005 ചാർജ് കാരണം ഇതിൻ്റെ മുകളിൽ സെയിം പൊട്ടൻഷ്യലാണ് ഇതിൻ്റെ മുകളിലും. 1005 ചാർജ് കാരണം ഇതിൻ്റെ മുകളിൽ സെയിം പൊട്ടൻഷ്യലാണ് ഇതിൻ്റെ മുകളിലും. ഓക്കെ, പക്ഷേ 5 ചാർജ് കാരണം ഉള്ളിലത്തെ പൊട്ടൻഷ്യൽ കൂടുതലും പുറത്തെ പൊട്ടൻഷ്യൽ കുറവാണ്. സോ 5 കൂടി പുറത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയായിട്ട് മാറും? ചാർജ് എത്രയായിട്ട് മാറും? 0. പുറത്ത് എത്ര ഉണ്ടാവും? 1010. ഇനി ഇവിടെ 10000 ചാർജ് ഉണ്ട്, ഇവിടെ 50 ചാർജാണ് ഉള്ളത്. നോ പ്രോബ്ലം. 10000 ചാർജ് പുറത്തുണ്ടെങ്കിൽ അത് കാരണം പുറത്തുള്ളിലും സെയിം. സോ 10000 കൊണ്ട് ഒരു ഗുണമില്ല. 50 ചാർജ് ഉള്ളിലുണ്ടെങ്കിൽ ഉള്ളിൽ പൊട്ടൻഷ്യൽ കൂടുതലും പുറത്ത് പൊട്ടൻഷ്യൽ കുറവും. സ്വാഭാവികമായിട്ടും 50 കുറേശ്ശായിട്ട് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അങ്ങനെ 10040 ചാർജ് ഇവിടെയും 10 ചാർജ് ഇവിടെയും. അഗെയിൻ 10040 കാരണം ഔട്ട്സൈഡ് ആൻഡ് സർഫസ് സെയിം, ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് സെയിം.
പക്ഷേ ഇൻസൈഡ് 40 ചാർജസ് ഉണ്ടെങ്കിൽ ആ 40 കാരണം ഉള്ളിൽ വലുത് പുറത്ത് ചെറു ഉള്ളിൽ 10 ചാർജ് ഉണ്ടെങ്കിൽ ഉള്ളിൽ വലിയ പൊട്ടൻഷ്യൽ പുറത്ത് ചെറിയ പൊട്ടൻഷ്യൽ. സ്വാഭാവികമായിട്ടും ഉള്ളിൽ എത്ര ചാർജ് ഉണ്ടെങ്കിലും അതൊക്കെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ രണ്ട് സ്ഫിയറുകൾ വെച്ചിട്ട് രണ്ടിനെയും ചാർജ് ചെയ്തു ഒരു കണ്ടക്റ്റിംഗ് വയർ കൊണ്ട് കണക്ട് ചെയ്താൽ ചാർജിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയാം? Full charge will move from smaller to bigger sphere. ഉള്ളത്തെ സ്ഫിയറിന്റെ മുകളിലുള്ള ഫുൾ ചാർജുകളും എന്ത് ചെയ്യും? ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഒഴുകിപ്പോവും. ദാറ്റ് ഈസ് ദ ആൻസർ. ക്ലിയർ അല്ലേ? ഇനി ബോർഡിൽ എഴുതിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കൂ. ഓക്കെ, സോ ആ പറഞ്ഞ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്തത്, ഇങ്ങനെ ഒരു സ്ഫിയർ, ഈ സ്ഫിയറിൻ്റെ മുകളിലത്തെ ചാർജ് Q, ഇതിൻ്റെ റേഡിയസ് R. ഇതിൻ്റെ പുറത്ത് അടുത്ത സ്ഫിയർ, ഇതിൻ്റെ ചാർജ് 2Q, ഇതിൻ്റെ റേഡിയസ് 2R. ഇതിൻ്റെ പുറത്ത് മൂന്നാമത്തെ സ്ഫിയർ, ഈ സ്ഫിയറിൻ്റെ ചാർജ് 3Q, ഇതിൻ്റെ റേഡിയസ് 3R. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ് ഓഫ് സെക്കൻഡ് സ്ഫിയർ. ഇവിടെ ഇൻഡ്യൂസ്ഡ് ചാർജിൻ്റെ കേസുകളില്ല. ഓക്കെ, ആ ഡയലക്ട്രിക് സ്ഫിയറുകളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് സ്ഫിയറുകളാണ്. 3 spheres, one having radius R with charge Q, other having radius 2R with charge 2Q, other having radius 3R with charge 3Q. Find the potential at the surface of second sphere. രണ്ടാമത്തെ സ്ഫിയറിൻ്റെ സർഫസിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവാം? സോ രണ്ടാമത്തെ സ്ഫിയറിൻ്റെ സർഫസിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, ഒന്നാമത്തെ സ്ഫിയർ കാരണം V1, രണ്ടാമത്തെ സ്ഫിയർ കാരണം V2, മൂന്നാമത്തെ സ്ഫിയർ കാരണം V3. എന്തായിരിക്കും ഒന്നാമത്തെ സ്ഫിയർ കാരണം ഈ സർഫസിലുള്ള പൊട്ടൻഷ്യൽ? ഒന്നാമത്തെ സ്ഫിയറിന് പുറത്തുള്ള പോയിന്റ് ആണ്. സോ 1/4πε0 Q ഡിവൈഡഡ് ബൈ 2R. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഞാൻ സ്മോൾ ക്യൂം ക്യാപിറ്റൽ ക്യൂം മാറി മാറി ഉപയോഗിക്കും, രണ്ടും ചാർജാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും തോന്നരുത്. ഓക്കെ, സോ ഒന്നാമത്തെ സ്ഫിയർ കാരണം രണ്ടാമത്തെ സ്ഫിയറിൻ്റെ സർഫസിലെ ചാർജ് പൊട്ടൻഷ്യൽ വരുന്ന എത്രയാണ്? 1/4πε0 Q ഡിവൈഡഡ് ബൈ 2R. കാരണം മനസ്സിലായില്ലേ? ചാർജ് ചെറിയ സ്ഫിയറിൻ്റെ ആണ്, പക്ഷെ ഡിസ്റ്റൻസ് എന്താണ്? വലിയ സ്ഫിയറിൻ്റെ ആണ്. ഓക്കെ, കാരണം ഇതിൻ്റെ ഔട്ട്സൈഡ് പോയിന്റ് ആണ്. സോ സെന്ററിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ദൂരം, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ സ്ഫിയർ കാരണം അതിൻ്റെ മുകളിലത്തെ പൊട്ടൻഷ്യൽ, ഇറ്റ് ഈസ് 1/4πε0 2Q ഡിവൈഡഡ് ബൈ 2R. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, വാട്ട് അബൌട്ട് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു തേർഡ് സ്ഫിയർ? തേർഡ് സ്ഫിയർ കാരണമുള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 1/4πε0 3Q ഡിവൈഡഡ് ബൈ 3R. ഓക്കെ, 3Q ഡിവൈഡഡ് ബൈ 3R. അപ്പോൾ നമുക്ക് എല്ലാറ്റിനും 1/4πε0 Q ബൈ R പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 1/2 പ്ലസ് 1 പ്ലസ് 1. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ ആൻസർ 1/4πε0. ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും വരിക? 5/2. സോ 5Q ഡിവൈഡഡ് ബൈ 2R. This is the potential at the surface of second sphere. സെക്കൻഡ് സ്ഫിയറിൻ്റെ സർഫസിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് 1/4πε0 5Q ഡിവൈഡ് ബൈ 2R. ആ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്തു പോകാൻ പറ്റണ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ.
ഓക്കെ, വാൻ ഡി ഗ്രാഫ് എന്ന് പറഞ്ഞ് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ഡിവൈസ്. ഹൈ എനർജി ചാർജ് കിട്ടാനുള്ള ഡിവൈസിനെയാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്ന് വിളിക്കാം. ഹൈ എനർജി ചാർജ് കിട്ടാനുള്ള ഡിവൈസാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. നമ്മളൊരു 10,000 വോൾട്ട് കൊടുത്താൽ 10 ലക്ഷം വോൾട്ട് വരെ എത്തിക്കാൻ പറ്റുന്ന ഡിവൈസ്. വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ അങ്ങനെ മാത്രമൊന്നുമല്ല കേട്ടോ. 8000 വോൾട്ട് വരെ ഉണ്ടാക്കുന്ന വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഉണ്ട്. ഇനി 500 വോൾട്ട് വരെ ഉണ്ടാക്കുന്ന വാൻ ഡി ഗ്രാഫ് ജനറേറ്ററും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അത് നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഹൈ എനർജി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബിഗ് സ്ഫിയർ ഉണ്ട്. ഓക്കെ, ഈ സ്ഫിയറിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് സ്ഫിയർ എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ഹോളോ ഷെൽ എന്ന് വിളിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പുള്ളിയുണ്ട്. ഈ പുള്ളിയിലേക്ക് കൺവെയർ ബെൽറ്റ് ഇങ്ങനെ പാസ് ചെയ്യും. എന്തെങ്കിലും ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള സിൽക്ക് അല്ലെങ്കിൽ റബ്ബർ പോലെയുള്ള മെറ്റീരിയൽ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കളിക്കും. ആ ചിത്രം ഇങ്ങനെ വരച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? ഓക്കെ, ആ ബെൽറ്റ് ഓടിക്കളിക്കാനുള്ള സ്പേസ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിർത്തിയാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇവിടെ നമ്മൾ പവർ സപ്ലൈ കൊടുക്കും. ഏകദേശം 10,000 വോൾട്ടിൻ്റെ പവർ സപ്ലൈ നമ്മൾ ഇവിടെ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ട്, ഇങ്ങനെ ഒരു ബ്രഷ്. ഇത് ബ്രഷ് B1, ഇത് ബ്രഷ് B2, ഇത് പുള്ളി P2, ഇത് പുള്ളി P1. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഇൻസുലേറ്റിംഗ് ബെൽറ്റാണ് ഇവിടെ ഉള്ളത്. റബ്ബറിൻ്റെ ബെൽറ്റ് വിചാരിച്ചോളൂ. ഓക്കെ, ഇതിൽ നമ്മൾ ബ്രഷ് കൊടുത്തതിന് 2 ഉദ്ദേശമാണ്. ഒന്ന്, ഇതിലുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാണ്ടാവും. രണ്ടാമത്തെ, ഷാർപ്പ് എഡ്ജ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഷാർപ്പ് എഡ്ജിൻ്റെ എഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഷാർപ്പ് എഡ്ജ് ആണെങ്കിൽ ചാർജിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യാനും സ്വീകരിക്കാനും ഷാർപ്പ് എഡ്ജാണ് ബെറ്റർ എന്തിനേക്കാൾ? ഫ്ലാറ്റ് എഡ്ജിനേക്കാൾ. അതാണ് ലൈറ്റ്നിങ് അറസ്റ്റിൻ്റെ ഒക്കെ ടെർമിനൽസ് ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ടെർമിനൽസ് ആണ് ലൈറ്റ്നിങ് അറസ്റ്റിന് ഉണ്ടാവുക. അതെന്തിനാ ചോദിച്ചാൽ ഈ പറഞ്ഞ ഷാർപ്പ് എഡ്ജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്താൽ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ എത്തും. അതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ചാർജിന് പുറത്തേക്ക് തെറിക്കാനുള്ള ടെൻഡൻസി കൂടിക്കൂടി വരും, അല്ലെങ്കിൽ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി കൂടിക്കൂടി വരും. അങ്ങനെ ഇതിൻ്റെ ഞാൻ ആ ബ്രഷ് മാത്രം ഒന്ന് ഇവിടെ വരയ്ക്കാം. ബ്രഷും നമ്മളുടെ കൺവെയർ ബെൽറ്റും പുള്ളീൻ്റെ മുകളിലുള്ള ആ ഒരു ഏരിയ മാത്രം ഇവിടെ നിന്ന് എടുത്ത് വരയ്ക്കാം. ഇതിൽ ഹൈ പോസിറ്റീവ് ചാർജ് വന്നാൽ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി വല്ലാണ്ട് കൂടും, കാരണം അത്രയും ഷാർപ്പ് എഡ്ജാണ്. ചാർജ് ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻ ബിറ്റ്വീൻ എയറിൽ ഇൻഡക്ഷൻ ഉണ്ടാവും. ആ ഇൻഡക്ഷൻ കാരണം എയറിലെ നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ടൊഴുകും, അതേപോലെ പോസിറ്റീവ് ചാർജസ് ഇങ്ങോട്ടൊഴുകും. എയറിലെ നെഗറ്റീവ് ചാർജസ് ലെഫ്റ്റിലേക്ക് ഒഴുകും, പോസിറ്റീവ് ചാർജ് റൈറ്റിലേക്ക് നീങ്ങും. ഓക്കെ, നെഗറ്റീവ് ചാർജ് വന്നിട്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യും. അതിനെ ന്യൂട്രലൈസ് ചെയ്യും. ഓരോ നെഗറ്റീവ് വരുമ്പോഴും ഓരോ പോസിറ്റീവ് ന്യൂട്രലൈസ് ആയിട്ട് മാറും. പക്ഷേ ഈ പോസിറ്റീവ് വന്നത് ഈ ബെൽറ്റുമ്പിൽ ഡെപ്പോസിറ്റഡ് ആവും. ഈ ബെൽറ്റ് അങ്ങനെ മുകളിലേക്ക് പോകും. ഈ പോസിറ്റീവ് ചാർജ് മുകളിലെത്താണ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് എത്താണ്. ആ പോസിറ്റീവ് ചാർജ് അതിൻ്റെ അടുത്തുള്ള എയറിനെ പോളറൈസ് ചെയ്യും, അല്ലെങ്കിൽ അയണൈസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അയണൈസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും? ഈ ബെൽറ്റിലേക്ക് വരും. പോസിറ്റീവ് ചാർജ് ഈ ബ്രഷിൽ ചെല്ലും. ഓക്കെ, പോസിറ്റീവ് ചാർജ് അവിടെയുള്ള ആ ബ്രഷ് നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ സ്ഫിയറിനോടാണ്. ഇതൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാട്ടോ നിർത്തിയുന്നത്. ഇത് നിൽക്കുന്നത് ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാണ്. ഓക്കെ, സോ ഈ ബ്രഷമ്പിൽ കിട്ടിയ ചാർജ് വുഡൻ സർഫസിലേക്ക് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ പ്രകാരം ഉള്ളിൽ ഒരിക്കലും ചാർജ് നിൽക്കില്ല, അതെന്ത് ചെയ്യും? പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ചെല്ലും. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സോ
ഈ ബെൽറ്റിൻ്റെ മുകളിലത്തെ ചാർജ് ഈ നെഗറ്റീവ് വന്നിട്ട് ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ ബ്രഷിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വന്നിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പവർ സപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ വീണ്ടും ഇവിടെ ചാർജ് കൂടും, എയറിനെ അയണൈസ് ചെയ്യും, തിരിച്ച് പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാവും. ആ പോസിറ്റീവ് ചാർജ് ഇവിടെ എത്തുമ്പോഴേക്കും ന്യൂട്രലൈസ് ചെയ്യും. പക്ഷേ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്, അത്രയും പോസിറ്റീവ് ഈ ബ്രഷിന് കിട്ടിയിട്ടുണ്ടാവും. ആ പോസിറ്റീവ് പുറത്തേക്ക് എത്തും. ഈ ചാർജ് കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വരും. അത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകും. ഇഫ് ദ വോൾട്ടേജ് ഈസ് 10⁻⁶, അല്ലെങ്കിൽ അതാകുമ്പോൾ തന്നെ ഉണ്ടാവും. വർക്ക് ചെയ്യുന്നതോറും അതിൻ്റെ മുകളിൽ ചാർജ് കൂടി വരും. നമുക്ക് വേറൊരു വസ്തുവിനെ ചാർജ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാം, ഈ മെത്തേഡ് യൂസ് ചെയ്യാം. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ. സോ അപ്പോൾ കുറേ സമയം കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ചാർജിൻ്റെ അളവ് കൂടി വരും. അത് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകും. ആവശ്യമുള്ള സ്ഥലത്ത് നമുക്കതിനെന്ത് ചെയ്യാം, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു ഓബ്ജക്റ്റ് അവിടെ വെച്ച് കൊടുത്താൽ ഉറപ്പായിട്ടും ഈ പോസിറ്റീവ് എങ്ങോട്ട് മാത്രമേ പോവുള്ളൂ, അതിൻ്റെ അടുത്തേക്ക് മാത്രമേ പോവുള്ളൂ. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ഈ പറഞ്ഞ റൊട്ടേഷനിലൂടെ ചാർജിൻ്റെ വാല്യൂ കൂട്ടിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ ചാർജിൻ്റെ എനർജി കൂട്ടിക്കൊണ്ടുവരിക. ആ ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക, വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു സ്ഫിയറും വെച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചാർജ് കൊടുത്തുകൊണ്ടേയിരുന്നാൽ ആ ചാർജ് എന്ത് ചെയ്യും, പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, കാരണം ഇതിൽ ചാർജ് നിൽക്കില്ല, ഫുൾ ചാർജും പുറത്തേക്ക് പോകും. സോ പുറത്തുള്ള ചാർജിൻ്റെ അളവ് കൂടും, അതിൻ്റെ എനർജി കൂടും. അത് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതൊരു ഹൈ എനർജി ഡിസ്ചാർജ് ആയിട്ട് മാറും. പറഞ്ഞ ഐഡിയ കിട്ടില്ലേ? ഈ പറഞ്ഞ സെയിം പ്രിൻസിപ്പിളാണ് അവിടെയും വരുന്നത്. ലോജിക് ക്ലിയർ ആണോ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞാൽ? ഓക്കെ. ഇനി ഇതിൻ്റെ റേഡിയസ് സ്മോൾ ആറും ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇതിൻ്റെ മുകളിലത്തെ ചാർജ് ക്യാപിറ്റൽ ക്യൂ, ഇതിൻ്റെ മുകളിലത്തെ ചാർജ് സ്മോൾ ക്യൂ. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? വാട്ട് വിൽ ബി വി ആർ? എന്തായിരിക്കും വി ആർ വരിക? വി ആർ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഫിയറിൻ്റെ സർഫസിൽ, ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, 1/4πε0 small q by small r plus 1/4πε0 capital Q divided by capital R. What about VR? എന്തായിരിക്കും വി ആർ വരിക എന്ന് പറഞ്ഞാൽ പുറത്തെ സർഫസിൽ 1/4πε0 small q by capital R. Okay, plus 1/4πε0 capital Q by capital R. Then what about VR minus VR? Q by 4πε0 നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെ പുറത്തെടുത്താൽ ബാക്കി കിട്ടൽ എന്തായിരിക്കും? 1/r minus 1/r. ഓക്കെ, സോ ഇതിൽ ഇയാളാണ് വലുത് 100% ഉറപ്പല്ലേ? കാരണം ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് വലുതാവുക, ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ് ചെറുതാണ്, പൊട്ടൻഷ്യൽ വലുതാവും. വലിയ സ്ഫിയറിൻ്റെ റേഡിയസ് വലുതാണ്, പൊട്ടൻഷ്യൽ ചെറുതാവും. ഓക്കെ, സോ ഇതിൽ ഇവിടെ കൊടുക്കുന്ന ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ അക്യുമുലേഷൻ ഓഫ് ചാർജ് വിൽ ഇൻക്രീസ്. Okay, so it's a device used to accelerate or used to energize charged particle. എന്താണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ ആക്ഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് കൊറോണ ഡിസ്ചാർജ്. ആക്ഷൻ ഓഫ് പോയിന്റ്സും കൊറോണ ഡിസ്ചാർജും ആണ് എന്ത് വരുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്നുള്ള ഐഡിയ കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. സോ ഈ ഫിഗർ നോക്കുക, ഇത് എഴുതിയെടുക്കുക. ഓക്കെ, സോ ആ പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഇനി അടുത്തത്, ഇൻസുലേറ്ററിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റത്തിനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക്. ഈ ഡൈ ഇലക്ട്രിക് എന്താന്നുള്ളത് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോഴാണ്. ഓക്കെ, ഒരു ഇൻസുലേറ്ററിലും ഒരു ചെറിയ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടിൻ്റെ പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇൻസുലേറ്ററിൽ ഒരു ചെറിയ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് വിളിക്കാം.
ഇൻസുലേറ്റർ ആണെങ്കിലും അതിലെ വാലൻസ് ഇലക്ട്രോണുകൾക്ക് ചെറിയൊരു വൈബ്രേഷന് പോസിബിലിറ്റി ഉണ്ടാവും. ഈ വൈബ്രേഷൻ കാരണം ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുക. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണ ഇൻസുലേറ്ററിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കാം. സാധാരണ കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ഇൻസുലേറ്റർ ഇലക്ട്രോൺ ടൈറ്റ്ലി ബൈൻഡഡ് ആണ്. സോ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുത്തൊരവസ്ഥ ആലോചിച്ച് നോക്കിയേ. മൂവ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ പറ്റും, എന്നാൽ ഫ്രീ മോഷൻ ഇല്ലേനും അവിടെ നിന്നോടത്ത് ആടി കളിക്കാം. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യണ ഇൻസുലേറ്ററിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കുക. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ ഡൈ ഇലക്ട്രിക് രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തെ നോൺ പോളാർ ഡൈ ഇലക്ട്രിക്കും അതേമാതിരി തന്നെ പോളാർ ഡൈ ഇലക്ട്രിക്കും. നോൺ പോളാർ ഡൈ ഇലക്ട്രിക്കും പോളാർ ഡൈ ഇലക്ട്രിക്കും, ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഡൈ ഇലക്ട്രിക്കിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ഇൻ സം ഡൈ ഇലക്ട്രിക്സ് the positive and negative charge centers are separated by a small distance in the absence of electric fields. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് സെൻറ്ററും തെറ്റിച്ചു. If in the absence of electric field in some dielectrics the positive and negative charge centers are at the same point. Okay, ഒരിക്കൽ കൂടെ പറയാം. In the absence of electric field positive and negative charge centers are at the same point. ഓക്കെ, നോൺ പോളാറാണ്. ഞാൻ പറയുമ്പോൾ അറിയാണ്ട് എൻ്റെ ബ്രെയിനിൽ വന്നത് പോളാറാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചേ. നോൺ പോളാർ. പോളാർ എന്ന് പറഞ്ഞാൽ പോളറൈസ്ഡ് ആണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്. നോൺ പോളാർ എന്ന് പറഞ്ഞാൽ പോളറൈസ്ഡ് അല്ല, അതിന് ഡയറക്ഷൻ ഇല്ല. ഇൻ സം ഡൈഇലക്ട്രിക്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സ്. എന്താ ഈ ചാർജ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചൊരു നിയമമുണ്ട്, സെൻറ്റർ ഓഫ് മാസ്. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യണ പോയിന്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുക. അതേപോലെ ടോട്ടൽ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്യണ പോയിന്റിനാണ് എന്ത് വിളിക്കുക? സെൻറ്റർ ഓഫ് ചാർജ്. ടോട്ടൽ നെഗറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്യണ പോയിന്റിനെ വിളിക്കണ പേരാണ് നെഗറ്റീവ് ചാർജ് സെൻറ്റർ. ചില ഡൈഇലക്ട്രിക്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സ് ഒരേ പോയിന്റ് തന്നെ ആവും. ആ ഡൈഇലക്ട്രിക്കിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? നോൺ പോളാർ ഡൈഇലക്ട്രിക്. ഓക്കെ, സോ ദർ ഈസ് നോ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? പോസിറ്റീവും നെഗറ്റീവും ഒരേ സ്ഥലത്താണെങ്കിൽ നെറ്റ് ചാർജ് വിൽ ബി സീറോ, ഡൈപോൾ ലെങ്ത് വിൽ ബി സീറോ, സോ ഡൈപോൾ മൊമെന്റ് മസ്റ്റ് ബി സീറോ. Okay, so in non-polar dielectric the dipole moment will be zero in the absence of electric fields. Okay, such a dielectric is called non-polar dielectric. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ. ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ നോൺ പോളാർ ഡയലക്ട്രിക്കിൻ്റെ എക്സാമ്പിൾ ആണ്. പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇൻ സം ഡയലക്ട്രിക് positive and negative charge centers are at the same point. Okay, then there is no net dipole moment in the absence of electric field. Such a dielectric is called non-polar dielectric. പറഞ്ഞതിന് സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സ് ഒരേ പോയിന്റ് തന്നെ ആയിരിക്കും. സോ ദർ ഈസ് നോ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദേ ആർ കോൾഡ് നോൺ പോളാർ ഡൈഇലക്ട്രിക്. ക്ലിയർ? പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പോളാർ ഡൈഇലക്ട്രിക് വരിക? നോൺ പോളാർ എന്ന് പറഞ്ഞാൽ ചാർജ് സെൻറ്റേഴ്സ് ഒരേ പോയിന്റിലാണെങ്കിൽ പോളാർ ഡയലക്ട്രിക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? ചാർജ് സെൻറ്റേഴ്സ് വിൽ സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. So they will have a permanent dipole moment in the absence of electric field. Such dielectrics are called polar dielectric. In some dielectrics, in the absence of electric field,
positive and negative charge centers will separate by a small distance. Okay, will separate by a small distance, so they will have a permanent dipole moment in the absence of electric field. Such dielectrics are called polar dielectrics. Okay, വാട്ടറും അമോണിയൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. പോളാർ ഡയലക്ട്രിക്കിൻ്റെ എക്സാമ്പിളാണ് വാട്ടർ, അമോണിയ എക്സെട്ര. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ പോളാർ നമുക്കറിയാം, നോൺ പോളാറും നമുക്കറിയാം. പോളാർ ഡയലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ദേ വിൽ ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, വാട്ടർ, അമോണിയൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി നോൺ പോളാർ ഡയലക്ട്രിക് എന്ന് പറഞ്ഞാൽ in the absence of electric field, positive and negative charge centers are at the same point. So there is no net dipole moment in the absence of electric field. Such a dielectric is called a non-polar dielectric. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ. ക്ലിയർ? ഇനി പോളാർ ആണെങ്കിലും നോൺ പോളാർ ആണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുപോയി വെച്ചാൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെന്തായാലും ഉണ്ട്, ഇതിന് പോളാറിന്. നോൺ പോളാറിനാണ് ഇല്ലാത്തത്. ഇവിടെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് വെക്കുക എന്ന് പറഞ്ഞാൽ സേ ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ്, ഇവിടെ നെഗറ്റീവ് പ്ലേറ്റ്, എന്താ സംഭവിക്കുക? പോസിറ്റീവ് ചാർജ് സെൻറ്റർ നെഗറ്റീവിൻ്റെ അടുത്തേക്ക് നീങ്ങും, നെഗറ്റീവ് ചാർജ് സെൻറ്റർ പോസിറ്റീവിൻ്റെ അടുത്തേക്ക് വരും. സോ ദർ മേ ബി എ ചാൻസ് ഫോർ സെപ്പറേഷൻ ഓഫ് ചാർജ് സെൻറ്റേഴ്സ്. ദെൻ ദർ വിൽ ബി എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. Okay, so the dipole moment is directly proportional to E, or dipole moment equal to chi E. Chi, CHI എന്നാണ് അതിനെ നമ്മൾ എഴുതുക. ഓക്കെ, ഇത് അറ്റോമിക് സസെപ്റ്റിബിലിറ്റി ആണ്. ഓക്കെ, this is or electric susceptibility. Electric susceptibility of a material. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഡൈപോൾ മൊമെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഓർ ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു chi E, where chi is electric susceptibility of a material. Susceptibility is nothing but efficiency. Okay, efficiency ആണ് susceptibility വരിക. So that's about polar and non-polar dielectric. ഇനി വരുന്നത് electrostatics of a conductor. Electrostatics of a conductor. Okay, ഒരു കണ്ടക്ടറിൻ്റെ electrostatics or electrostatics ideas എന്നാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, electrostatics ideas എന്നാണ് കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ പഠിച്ച കുറേ പോയിന്റ്സ്. ഒന്നാമത്തെ പോയിന്റ്, no charges can reside inside a conductor. Reside inside a conductor. ഒരു ചാർജിനും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. നോ ചാർജസ് ക്യാൻ റിസൈഡ് ഇൻസൈഡ് എ കണ്ടക്ടർ. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഒരു ചാർജിനും ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. പറഞ്ഞ ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ മുന്നേ പഠിച്ച പോയിന്റ്സ് സമ്മപ്പ് ചെയ്യാൻ മാത്രമാണ് ഇവിടെ ചെയ്യണത്. സോ ഇതിലെല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് അറിയണതായിരിക്കും. വി ആർ ജസ്റ്റ് സമ്മിങ് അപ്പ്. അത്ര മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. ഈ ഐഡിയ നമ്മൾ ഗോസ് തിയറം മുതൽക്ക് പഠിച്ചതാണ്. അതിൻ്റെ കാരണം സിമ്പിളാണ്. ഇങ്ങനെ ഒരു സ്ഫിയർ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചാർജ് വെച്ച് കൊടുത്താൽ ഏത് സ്ഥലത്തായിരിക്കും അതിൻ്റെ ലോവർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? സംശയമൊന്നുമില്ലല്ലോ. ഡിസ്റ്റൻസ് കൂടിക്കൂടി വരുമ്പോഴല്ലേ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരിക. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് കൂടിക്കൂടി വന്നു എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ കുറഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. സംശയമൊന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ ഏറ്റവും ചെറിയ പൊട്ടൻഷ്യൽ ഉണ്ടാവുക ഇതിൻ്റെ ഏറ്റവും എൻഡിലാണ്. അതുകൊണ്ടാണ് ചാർജസ് എപ്പോഴും എവിടെ പോയി നിൽക്കുമെന്ന് പറഞ്ഞ് സർഫസിൽ മാത്രം. ഓക്കെ, അപ്പോൾ അത് അടുത്ത പോയിന്റാണ്. ചാർജസ് ക്യാൻ എക്സിസ്റ്റ് on the surface of the conductor. Charges can exist on the surface of a conductor. ഒരു കണ്ടക്ടറിൻ്റെ സർഫസിൽ ചാർജ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ചാർജസ് ക്യാൻ എക്സിസ്റ്റ് ഓൺ ദി സർഫസ് ഓഫ് എ കണ്ടക്ടർ. ഇനി മൂന്നാമത്തെ പോയിന്റ്,
electric field lines are normal to the surface. Electric field lines are perpendicular to the surface. അല്ലെങ്കിൽ normal to the surface. ഇത് നമ്മൾ പഠിച്ചു. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നുള്ള ഏരിയയിൽ നമ്മൾ ഈ ടോപ്പിക് പഠിച്ചിരുന്നു. Electric field lines are perpendicular to the surface. Okay. നാലാമത്തെ, electric field is zero inside a conductor. Electric field is zero inside a conductor. ഇത് വളരെ സിമ്പിൾ അല്ലേ? കാരണം ഒരു സ്ഫിയറിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടാവില്ല. ആസ് പെർ ഗോസ് തിയറം ചാർജ് ഇല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ ഇൻസൈഡ് എ കണ്ടക്ടർ. Electric field is sigma by epsilon 0 into n cap on the surface of a conductor. Electric field is sigma by epsilon 0 into n cap on the surface of a conductor. Okay, ഒരു കണ്ടക്ടറിന്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് വരിക സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു എൻ ക്യാപ്. അത് ഏറ്റവും എളുപ്പമുള്ള ഐഡിയ. സ്ഫിയറിൻ്റെ കേസ് എടുത്തോളൂ. സ്ഫിയറിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് വന്നത് ഇങ്ങനല്ലേ? 1/4π എപ്സിലോൺ 0 q by r square. What is 4πr square? Area. 4πr square is area. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ ആൻസർ കിട്ടുക? 4πr സ്ക്വയറിന് ഏരിയ എന്ന് കൊടുത്താൽ q by a എന്ന് വരും. വാട്ട് ഈസ് q by a? സിഗ്മ. ഇനി വേറെ രീതിയിലും പറഞ്ഞോളൂ. എങ്ങനെ? phi ഈക്വൽ ടു 1/ε0 ഇൻറ്റു q അല്ലേ? ഉറപ്പാണല്ലോ. phi എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ equal to sigma a divided by epsilon 0. So a will get cancelled, equal to sigma by epsilon 0. Clear? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ആറാമത്തെ പോയിന്റ്, പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ കണ്ടക്ടർ ഇസ് എ കോൺസ്റ്റന്റ്. പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ കണ്ടക്ടർ ഇസ് എ കോൺസ്റ്റന്റ്. ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ കണ്ടക്ടർ ഇസ് എ കോൺസ്റ്റന്റ്. കാരണം നമുക്കറിയാം E ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. E ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ഒരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണെങ്കിൽ വാട്ട്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് പൊട്ടൻഷ്യൽ? ഡി ബൈ ഡി ആർ of v equal to 0. Differential of something equal to 0 ആണെങ്കിൽ ആ സംതിങ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ ഇൻസൈഡ് എ കണ്ടക്ടർ, പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് റീജിയൻ മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ട് NCERT കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കൂ. വായിച്ചു, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണോ? സോ നോ ചാർജസ് ക്യാൻ റിസൈഡ് ഇൻസൈഡ് എ കണ്ടക്ടർ. ചാർജ് വിൽ എക്സിസ്റ്റ് അറ്റ് ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. Electric field is zero inside a conductor. E equal to sigma by epsilon 0 into n cap on the surface. Then potential inside a conductor is a constant. ഓക്കെ, ഇത്രയും പോയിന്റ്സിനാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് എ കണ്ടക്ടർ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഈ പോയിന്റ്സ് മുഴുവൻ നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിലോ അതിൻ്റെ മുന്നത്തെ ചാപ്റ്ററിലോ പഠിച്ച ഐഡിയാസ് സമ്മപ്പ് ചെയ്യാണ് ചെയ്തത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു ഇൻ ദ കേസ് ഓഫ് ഗോസ് തിയറം. രണ്ടാമത്തെ പഠിച്ചു എഗെയിൻ ഇൻ ദ കേസ് ഓഫ് ഗോസ് തിയറം ഓർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇത് നമ്മൾ പഠിച്ചു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ. അപ്പൊ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ എന്ന് മനസ്സിലായില്ലേ? ഇക്വിപൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ്. ഓക്കെ, E equal to 0 and E equal to sigma by epsilon 0 on the surface. Idea clear? Okay, so ഇത്രയും പോയിന്റ്സ് ആണ്
ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിലെ എല്ലാ പോയിന്റ്സും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. അതിലെ ഡെറിവേഷൻസ് മൊത്തത്തിലൊരു ഔട്ട്ലൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡെറിവേഷൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ചെറിയ ഡെറിവേഷനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ വലിയ ഡെറിവേഷൻ 5 മാർക്കിന്റെ ഡെറിവേഷനായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ വെലോസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോൺ വോൾട്ട്, ഈ ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൃത്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, എനർജി ഓഫ് എ കപ്പാസിറ്റർ, എനർജി ഡെൻസിറ്റി, കപ്പാസിറ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റണ ക്വസ്റ്റ്യൻസ് ആണ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇറ്റ്സ് എ വെരി സിമ്പിൾ ചാപ്റ്റർ. എക്സാമിന് ഏത് ഏരിയ വേണമെങ്കിലും ചോദിക്കാം. സോ പ്രിപ്പയർ ഫോർ ദാറ്റ്. ക്ലിയർ ആണല്ലോ? നൗ ഐ ആം സ്റ്റോപ്പിംഗ്. താങ്ക് യു.